ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ തുടക്കമാകും. തീർത്ഥാടകർ മിനായിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഭൂരിഭാഗം തീർത്ഥാടകരും മിനായിലെത്തും. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഹജ്ജ് കർമ്മങ്ങൾ നാളെ ആരംഭിക്കുകയാണ്. തീർത്ഥാടകരെല്ലാം മീനായിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഏതാണ്ട് 1,75,000-ഓളം തീർത്ഥാടകരാണ് ഹജ്ജിനെത്തിയിരിക്കുന്നത്. ഇവരിൽ കൂടുതൽ ആളുകളും മക്കയ്ക്ക് സമീപത്തുള്ള അസീസിയ ഭാഗത്താണ് താമസിക്കുന്നത്. ഹജ്ജ് സർവീസ് ഏജൻസി ഒരുക്കിയ ബസ്സുകളിൽ ആണ് ഇവർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മീനായിലേക്ക് പുറപ്പെടാൻ പോകുന്നത്. എന്നോടൊപ്പം ഉള്ളത് ഏതാനും ചില മലയാളി തീർത്ഥാടകരാണ്. എന്താണ് നാളെ പ്രത്യേകിച്ച് ഈ ഹാജിമാർക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ, അതിന് തുടർന്നുള്ള കർമ്മങ്ങളൊക്കെ എന്തൊക്കെയാണ്? നാളെ ഇൻഷാ അല്ലാഹ് അറഫയിലേക്കുള്ള തയ്യാറെടുപ്പാണ് മിനയിൽ വെച്ചുകൊണ്ട് ഹാജിമാർ ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ മിനയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. ഏതാനും സമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങളെല്ലാം മിനയിലേക്ക് പുറപ്പെടുകയാണ്. വലിയ ആകാംക്ഷയോടെയാണ് ഹാജിമാരെല്ലാം മിനയിലേക്ക് പുറപ്പെടുന്നത്. ഹജ്ജിൻ്റെ ഒരു പ്രധാന ഘട്ടമാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. ഹജ്ജിൻ്റെ കർമ്മത്തിലേക്ക് ഹാജിമാരൊക്കെ ഇന്നു മുതൽ ഇറങ്ങുകയാണ്. നാളെ ഇൻഷാ അല്ലാഹ് അറഫയിൽ വെച്ചുകൊണ്ട് മിനയിൽ വെച്ചുകൊണ്ട് അറഫയിലേക്കുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. നാളെ അറഫയിലേക്ക് പോയി അറഫയിൽ നിന്ന് മറ്റന്നാൾ വൈകുന്നേരം മഗ്രിബ് നിസ്കാര ശേഷമാണ് ഹാജിമാരൊക്കെ മുസ്ദലിഫയിലേക്ക് മടങ്ങുന്നത്. മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നതും ഹജ്ജിൻ്റെ നിർബന്ധമായ കർമ്മങ്ങളിൽപ്പെട്ടതാണ്. മുസ്ദലിഫയിൽ നിന്നാണ് ജംറകളെ മിനയിൽ എറിയാനുള്ള കല്ലുകളെല്ലാം ശേഖരിക്കുന്നത്. മുസ്ദലിഫയിൽ നിന്ന് മടങ്ങി മിനയിൽ തിരിച്ചെത്തി പെരുന്നാളിൻ്റെ അന്നാണ് ജംറയെ വിശ്വാസികൾ എറിയുന്നത്. ആ ഏറോടുകൂടി പിന്നീട് മുടി കളഞ്ഞ് ഹജ്ജിൽ നിന്ന് ഒന്നാമത്തെ വിരാമം ഉണ്ടാവുകയാണ്. പിന്നീട് ഹജ്ജിൻ്റെ ത്വവാഫ് സഅയികളൊക്കെ നിർവഹിച്ച് പൂർണ്ണമായ വിരാമം ഹജ്ജിൽ നിന്ന് നേടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഹജ്ജ്. ഏതാണ്ട് 5 മുതൽ 6 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഹജ്ജ് കർമ്മങ്ങൾ. എല്ലാ കർമ്മങ്ങളും അവസാനിച്ച് അടുത്ത ശനിയാഴ്ചയോടെ തീർത്ഥാടകരെല്ലാം മീനായിൽ നിന്ന് മടങ്ങുകയും ചെയ്യും. അസീസിയയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.